ഇന്ന് വളരെ ഡിഫറെന്റ് ആയ ഒരു രാജയോഗം നമുക്ക് നോക്കാം. ഇത് ഞാൻ ഓൾറെഡി ഇതേ കണ്ടന്റ് നമ്മുടെ മാനുഷ്യ ലോകം എന്നുള്ള ഒരു ചാനൽ ഇട്ടിട്ടുള്ളതാണ്. എന്തായാലും നമുക്കിന്ന് നോക്കാം. എന്താ പാടൽ ഇങ്ങനെയാണ്, തമിഴാണ്. ആരിയെന്നല്ലൻ കുതിരയിരണ്ടുള്ള വീശി പിടിക്ക വിറകറിവാറില്ലേ കൂറിയ നാഥൻ കുരുവിൻ അരുൾ പെற்றாൽ വാരി പിടിക്ക വശപ്പെടും താനേ. ഇതാണ് പാടല്. ഇതിങ്ങനെ തന്നെ പാടി പണ്ടിട്ടുണ്ട്. ആരിയൻ നല്ലൻ കുതിരയിരണ്ടുള്ള വീശി പിടിക്ക വിറകറിവാറില്ലേ കൂറിയ നാഥൻ കുരുവിൻ അരുൾ പെற்றாൽ വാരി പിടിക്ക വശപ്പെടും താനേ. ഇത് ഞാനേ ശരകല പഠിപ്പിക്കുമ്പോ പഠിപ്പിക്കുന്ന ഒരു പാടലാണ്. നമ്മുടെ നാഡിയിലൂടെ ശരം ഓടുന്ന സമയം ചക്രങ്ങള് ഓരോന്ന് ആക്ടിവേറ്റ് ആവുന്ന സമയത്ത് നമ്മുടെ ശരീരത്തില് മേൽവട്ടത്തില് ഗ്രഹങ്ങൾ ഓടിക്കൊണ്ടിരിക്കുമ്പോ അതിന്റെ പൂർവാർത്ഥത്തിലും ഉത്തരാർത്ഥത്തിലുമായിട്ട് സൂര്യാദി ചന്ദ്രഗ്രഹങ്ങൾ ഓടിക്കൊണ്ടിരിക്കുമ്പോ 12 രാശികളായിട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോ ശരീരത്തില് രാശി, ഞാൻ നിങ്ങളെ 2 ടൈപ്പ് ഓഫ് രാശി പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. രാത്രി രാശികളും പകൽ രാശികളും മുന്നത്തെ വീഡിയോയില് ഉണ്ട്. അപ്പൊ രാശി ഇതേമാതിരി മീൻമൊട്ടം വരച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, വളരെ ക്ലിയർ ആയിട്ട്. ഗോ, അജ, അശ്വി, കർക്കി, മിഥുന, ഗോജാശ്വി, കർക്കി, മിഥുന, സമൃഗ, നിശാഖ്യ. ഇതിങ്ങനെ ഞാൻ വരച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ സാധനം തന്നെ. രാത്രി ചന്ദ്രന് സാർന്നത്, സൂര്യന് സാർന്നത്, ചന്ദ്രകലയ്ക്ക് സാർന്നത്, സൂര്യകലയ്ക്ക് സാർന്നത്. അപ്പൊ ശരീരത്തില് നാഡി ഓടുന്ന സമയത്ത് പഞ്ചഭൂതങ്ങളെ കൊണ്ട് പഞ്ചഗ്രഹങ്ങളും നവഗ്രഹങ്ങളും പഞ്ചഗ്രഹങ്ങളും ഉണ്ടാകും. പ്ലസ് 2 നാഡിയെ കൊണ്ടോടുന്ന കലയിൽ ചന്ദ്രനും സൂര്യനും മുനയിൽ തങ്കും. കുറച്ച് ചില കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, അത് നിങ്ങൾ സ്കിപ്പ് ചെയ്താൽ മതി. മുനയിൽ തങ്കും രാഹുകേതുക്കളും മേൽവട്ടത്തിൽ സുഴിയിൽ ഒളിക്കും ഗുളികനും എല്ലാം ശരീരത്തിൽ ഓടുന്നുണ്ട്. അപ്പൊ അത് ചിലർക്ക് മനസ്സിലാവില്ല. ഞാൻ ഇങ്ങനെ എന്റെ മറ്റേ ചാനൽ നോക്കിയാൽ ഇങ്ങനെ തന്നെ ആയിരിക്കും പറയുന്നത്. ഇത് പറയാൻ വന്ന എന്താ, ആരിയൻ നല്ലൻ കുതിരയിരണ്ടുള്ള വീശി പിടിക്ക വിറകറിവാറില്ലേ കൂറിയ നാഥൻ കുരുവിൻ അരുൾ പെற்றாൽ വാരി പിടിക്ക വശപ്പെടും താനേ. പ്രാണനെ പിടിച്ച് കുണ്ടലിനി ഉണർത്തുന്ന രഹസ്യത്തില് ഒരു കാര്യമാണ് പറയുന്നത്. എന്താ, മാത്രമല്ല കേട്ടോ, കുറെ ഉണ്ട്. അതിൽ പറയുന്ന കാര്യം എന്താ, ആറിയൻ നല്ലൻ കുതിരയിരണ്ടുള്ള 2 കുതിരകളുള്ള വീശിപ്പിടിക്കുക വിറകറിവാറില്ലേ. 2 കുതിരകൾ ഓടുന്ന ശരീരമാകുന്ന ശരീരത്തില് ചന്ദ്രസൂര്യാദി കലകൾ ഓടുമ്പോ ആ കലയെ വേണ്ട വിധത്തിൽ വാരി പിടിക്കാൻ സാധാരണ ആളുകൾക്ക് അറിയില്ല. അങ്ങനെ വാരി പിടിക്കാനായിട്ട് അറിയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ, വാരിപ്പിടിക്കാൻ അറിയുന്ന ആളുകൾ അവരാണ് ഗുരുക്കന്മാര്.
അപ്പൊ ആ കൂറിയ നാഥൻ കുറുവിൻ അരുൾ പെട്ടാൽ വാരിപ്പിടിക്ക വശപ്പെടും തന്നെ. ഇവന്മാർ ഓടിക്കൊണ്ടിരിക്കുന്നവന്മാരെ വാരിപ്പിടിച്ച് വേണ്ട ഇടത്തിൽ നിർത്തിയാല് സിദ്ധികൾ വരുമെന്നുള്ളതാണ് ഇത്. പക്ഷെ ഇവിടെ ഞാൻ ജ്യോതിഷം ബേസ് ചെയ്ത് ശരകലയിലെ ശരജ്യോതിഷം ബേസ് ചെയ്ത് ചില കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന, ഇങ്ങനെ ചരിഞ്ഞിരിക്കുന്ന, ഇടതും വലതും കണ്ണുകളുള്ള ഈ കാലപുരുഷൻ 2 നാഡികളിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ, ആ കാലപുരുഷന്റെ 2 നാഡികളിൽ ഇരിക്കുമ്പോൾ പഞ്ചഭൂതങ്ങളെയും ഏക്കിക്കൊണ്ട് നവഗ്രഹങ്ങളെയും ഏക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ രാശികൾ ഫോം ആവുമ്പോൾ അതിൽ രാശികൾ പലതും വരും. പഞ്ചഭൂതങ്ങൾക്കുള്ള രാശികള് നെരുപ്പ്, നില, കാറ്റ്, നീർ. കാറ്റ് ആദായം, നീർ. നെരുപ്പ് രാശി, നിലരാശി, കാട്ടുരാശി, ആകാശരാശിയുണ്ട്, ഹാഫാണ്. നീർരാശി 4ആയിട്ട് തിരിക്കുമ്പോൾ അതില് ഒരു ഇത് എവിടെയൊക്കെ പറഞ്ഞേക്കണേന്ന് പറഞ്ഞാൽ ഇതിനെ നെരുപ്പ് എന്ന് പറഞ്ഞാൽ അഗ്നി അല്ലെ. ചിലപ്പോ സമയം നീണ്ടു കൂട്ടാ വീഡിയോ. നിലം എന്ന് പറഞ്ഞാൽ ഭൂമി, കാറ്റ് എന്ന് പറഞ്ഞാൽ വായു, അഗ്നി ഭൂമി കാറ്റ്, ആകാശം എന്ന് പറഞ്ഞാൽ ആകാശം തന്നെ, നീർ എന്ന് പറഞ്ഞാൽ ജലം. ഈ രാശികള് അപ്പൊ ഹോരാശാസ്ത്രത്തെ ഇത് നമ്മൾ കാണും. അപ്പൊ ഹോരാസ്വാമി ഗുരുജ്ഞ വീക്ഷിതയുധ നാന്യോശ്ച വീര്യോൽഖട എന്ന് പറയുന്ന പ്രമാണത്തിലെ അടുത്ത വരി കേന്ദ്രസ്ഥാ ദ്യുപദാദയ അഗ്നി എന്ന് പറയുന്നുണ്ട്. കേന്ദ്രസ്ഥാദ്യുപദാദയ അഗ്നി നിശിച പ്രാപ്തേ ച സന്ധ്യാദ്വയേ എന്ന് പറയുന്നതില് ഇവിടെ മറ്റേ സാധനം പറയും. എന്ത്? അഗ്നി. അഗ്നി എന്ന് പറഞ്ഞാൽ അഗ്നി, അഗ്നി എന്ന് പറഞ്ഞാല് അഹസ് പ്ലസ് ഹിനി. ഇത് പല അർത്ഥം, പദച്ഛേദം, പാർട്ടീഷൻ ഓഫ് വേർഡ്സ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അഗ്നിയും അഗ്നിയാണോ എന്നൊന്നും പലർക്കും അറിയില്ല. അപ്പൊ രാശിയുടെ അഗ്നിസ്ഥാനത്ത് നിന്ന് തുടങ്ങുന്ന രാശികൾ, മേഷത്തിൽ നിന്ന് തുടങ്ങുന്ന രാശികൾ അഗ്നി ആദ്യമായിട്ടാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ കേന്ദ്ര രാശി എന്ന് പറയുന്നത് 1, 4, 7, 10 രാശി കേന്ദ്രസ്ഥമായിട്ടുള്ള രാശികളില് അതില് ദ്വിപത് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ നടക്കുന്ന രാശി, നടരാശിയില്ലേ. അപ്പൊ ദ്വിപത് ആയിട്ടുള്ള രാശികളില് ദ്വിപദാദയ അഗ്നി, ദ്വിപദങ്ങളായിട്ടുള്ള അതില് അഗ്നി ജനിക്കും. അഗ്നികളായിട്ടുള്ള ദ്വിപദങ്ങളായിട്ടുള്ള എടുക്കണം, അഗ്നികളായിട്ടുള്ള എടുക്കണം എന്നൊക്കെ വ്യംഗ്യം ഉണ്ട്. അതിവിടെ ഞാൻ ടച്ച് ചെയ്ത് പറഞ്ഞെന്നുള്ളൂ. അതിന്റെ അർത്ഥം 10, 15, 20, 25 ടൈപ്പിൽ നമുക്ക് പറയാം. അത്രയൊക്കെ ഉണ്ടാവും. ഞാനൊരു വീഡിയോ കണ്ടപ്പോ അതില് ഒരു റൈറ്റർ ഇരുന്ന് എഴുതാൻ നോക്കണം. എഴുതാന്ന സമയത്ത് അവിടെ നിന്ന് പബ്ലിഷർ വിളിച്ചോണ്ടിരിക്കണേ, എന്തെങ്കിലും പെട്ടെന്ന് എഴുതാ. അപ്പൊ ഇയാൾ എന്തൊക്കെയോ എഴുതുന്നു. അതായത് മഴയില്ലാതായി മാക്രികൾ കരയുന്നു എന്നൊക്കെ പറഞ്ഞ് എഴുതുമ്പോ അത് കുറച്ച് നാള് കഴിഞ്ഞ് അയാളുടെ മരണത്തിന് ശേഷം ടീച്ചർ പഠിപ്പിക്കുമ്പോ ടീച്ചർ പറയാണ്, ആള് പറഞ്ഞു വെച്ചത് ആഗോളതാപനത്തെ പറ്റിയാണെന്ന്. എന്ന് പറഞ്ഞ മാതിരി ആചാര്യൻ എന്താണ് മനസ്സിൽ കണ്ട് എഴുതിയേക്കണേന്നുള്ളത്, അതിന്റെ ആ അംശം നമുക്ക് മനസ്സിലാക്കണേ നമ്മൾ അത്രയും വിശാലമായി ചിന്തിക്കണം. പല കാര്യങ്ങളും ഇതിന്റെ അകത്ത് എഴുതി വെച്ചിട്ടുണ്ടാവും. ഇപ്പൊ മാക്രിയുടെ പാട്ട് എഴുതിയ പോലെ പെട്ടെന്ന് എഴുതി തരാൻ പറഞ്ഞ് എഴുതുകയല്ലെന്ന് സാരം. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഞാൻ പറഞ്ഞത് ആര്യൻ നല്ലൻ കുതിരൈരണ്ടുള്ള, ഇത് ജ്യോതിഷത്തിന്റെ എക്സ്പ്ലനേഷൻ പറയണുള്ളൂ. മറ്റേ കുണ്ടലിനി എക്സ്പ്ലനേഷൻ കാണുന്ന മറ്റേ ചാനലിൽ പോയി നോക്കിയാൽ കാണാൻ പറ്റും. പഴയ ചാനലാണ് അമാനുഷലോകം. അപ്പോ എന്താ പറയാ, ആര്യൻ, ആറിനെ ഈയൻ, ഈക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴിൽ നൽകുക, കൊടുക്കുക. നല്ലൻ, ആര്യൻ നല്ലൻ കുതിരൈരണ്ടുള്ള, കൂത്തിര എന്ന് പറഞ്ഞാൽ കൂത്തിയിറ എന്ന് പറയും. കുതിക്കുന്ന ഇറയാണ് നാഡി, കുതിരൈ.
അതുകൊണ്ട് തന്നെ നാഡി ജ്യോതിഷം എന്ന് പറയുന്ന ഒരു ജ്യോതിഷമുണ്ട്. ഇപ്പൊ നമ്മള് ചന്ദ്രനാടിയൊക്കെ നോക്കൂലേ, ചന്ദ്രനാടിയൊക്കെ പറയുമ്പോ ചന്ദ്രൻ ഒഴുകുന്ന ആ നാഡി നോക്കി നമുക്ക് ബലം പറയാൻ പറ്റും. വെറും ഒരാളുടെ ഗ്രഹനില വെച്ചിട്ട് ഒരാൾ പ്രശ്നം വയ്ക്കാൻ വരുന്ന സമയത്ത് നമുക്ക് ചന്ദ്രനാടി മാത്രം നോക്കിയിട്ട് പ്രശ്നഫലം കംപ്ലീറ്റ് ക്ലിയർ ആയിട്ട് പറയാനായിട്ട് സാധിക്കും. ഇതില് എൻ്റെ ചില ഗുരുനാഥന്മാര് ഇതിൽ വലിയ കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുണ്ട്. അതുപോലെ ഭൃഗു നന്ദി നാഡി അനുസരിച്ചിട്ടും ഗ്രഹച്ചേർക്ക, ഗ്രഹം ഒഴുകുന്ന ചേർക്കയെ അനുസരിച്ചിട്ട് ഗ്രഹത്തിന്റെ പവർ മാറിക്കൊണ്ടിരിക്കും. ഗ്രഹച്ചേർക്ക മാലമുത്ത്, ഇതിങ്ങനെ പഞ്ചഭൂതങ്ങൾ ഒഴുകുന്ന മാതിരി മാലമുത്തുകൾ കോർത്ത മാതിരി ഒരു ഗ്രഹം ഒരു സ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹം വേറെ ഒരു സ്ഥാനത്ത് ഇത്ര ഡിഗ്രിയിൽ നിൽക്കുന്ന ഗ്രഹവുമായിട്ട് കോയിൻസൈഡ് ചെയ്യും. പഞ്ചഭൂതങ്ങളിൽ ഭൂതസമമായിരിക്കുന്ന ഗ്രഹവുമായിട്ട് ചേർക്ക എന്ന് പറഞ്ഞാൽ അതിന് എനർജി പകർന്നു നൽകും. പല സ്ഥലത്തിരിക്കുകയാണെങ്കിലും എനർജി ഇങ്ങനെ ട്രാൻസ്ഫോം ചെയ്യും. ഈ പ്രാണി ഹീലിംഗ് ഒക്കെ റേക്കിയൊക്കെ പോലെ അതില് ചീ പവർ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു ആളുടെ ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന മാതിരി ഗ്രഹങ്ങൾ ഓട്ടോമാറ്റിക്കലി ട്രാൻസ്ഫർ ചെയ്യും. ആ ഭൃഗുനന്ദി നാടിയിലൊക്കെ പറയുന്ന കേസുകളാണ് ഞാൻ പറഞ്ഞു വന്നത്. അത് ടച്ച് ചെയ്ത് പറയുന്നു എന്നുള്ളൂ. ആര്യൻ നല്ലൻ, ആരിനെ ഈന്ന നല്ലൻ ആരാ? ആരുമല്ല, ആദിത്യനാറ് ശശി 10 മൊരേഴ് ചൊവ്വ 18 പാമ്പ്, അങ്ങനെ പറഞ്ഞ അവൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആർണയുന്നത് സൂര്യൻ. നല്ലൻ കുതിരൈ രണ്ടുള്ള, കുതിരൈ ഈ രണ്ട് കുതിരൈ, അപ്പൊ കുതിരയാണ് കുതിരൈ. കുതിരൈ രണ്ടുള്ള എന്ന് പറഞ്ഞ രണ്ട് നാടികളുള്ള, വീശിപ്പിടിക്കും വിറകറി വാറില്ലേ. ആ കുതിരൈ രണ്ടുള്ള ആ രണ്ട് നാടികളുടെ പോക്കിനെ വീശിപ്പിടിക്കുന്ന വിരുത് അല്ലെങ്കിൽ വിറൈ എന്ന് പറഞ്ഞാല് അഗ്നി എന്നും അർത്ഥമുണ്ട്. അപ്പൊ ചൊവ്വ എന്നുള്ള അർത്ഥം അവിടെ വരും. അതവിടെ നിക്കട്ടെ, പറഞ്ഞാൽ മനസ്സിലാവില്ല, അത് അറിവില്ലേ. കൂറിയനാഥൻ, അപ്പോ ഈ അറിവ് ഇല്ലേ എന്തെന്ന് പറഞ്ഞാൽ ആര്യൻ നല്ലൻ, ആർണിയുന്ന നല്ലൻ, സൂര്യൻ എന്ന് പറഞ്ഞ ആത്മാവ്, താതാശാത്മപ്രഭാവോദ്യുമണി സൂര്യൻ, മനോ മാതരോ ശീതരശ്മിർ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ സൂര്യൻ എന്ന് പറഞ്ഞ ആത്മാവ്, നമ്മുടെ ആത്മാവ്, ഒരു മനുഷ്യന്റെ ആത്മാവ്. അപ്പൊ ആര്യൻ നല്ലൻ കുതിരൈ ഇരണ്ടുള്ള, രണ്ട് കുതിക്കുന്ന ഇറകളിലുള്ള ആ ഇറയിലൂടെ ഓടുന്ന ആ ആത്മാവെന്ന് എടുക്കണം. വീശിപ്പിടിക്ക, അതിനെ വീശി പിടിക്ക എന്ന് പറഞ്ഞാല് അതിനെ ഏറ്റിയും മിറക്കിയും പിടിക്കുന്ന ഒരു മെത്തേഡ് ഉണ്ട്. അത് അറിവാറില്ലേ. സൂര്യൻ ഉച്ചനാവുന്നത് ഞാൻ പറഞ്ഞില്ലേ, വിറ എന്ന് പറയുന്നത് അഗ്നി എന്നുള്ള അർത്ഥത്തിലും വിറക് എന്നുള്ള അർത്ഥത്തില് സൂര്യൻ ഉച്ചനാവുന്ന എവിടെയാണ്? ചൊവ്വയുടെ ക്ഷേത്രത്തില്. ചൊവ്വയുടെ ക്ഷേത്രത്തിൽ സൂര്യൻ ഉച്ചനാവും. സൂര്യൻ ഉച്ചനാവുക എന്ന് പറഞ്ഞാൽ ആത്മാവ് ഹൈയിലേക്ക് എത്തുക, ഹൈ ലെവലിലേക്ക് എത്തുക. അതിനുള്ള അറിവ് ഇല്ലേ. അത് എപ്പ ഉണ്ടാവും? കൂറിയനാഥൻ, കൂറ് എന്ന് പറഞ്ഞാൽ എന്താ? കൂറിനെ നൽകുന്ന നാഥനാരാ? കൂറ് എന്ന് പറഞ്ഞാൽ ചന്ദ്രന്റെ രാശിയാണ് കൂർ എന്ന് പറഞ്ഞത്. അപ്പൊ കൂറിനെ ഈയുന്നത്, ഈയാന്ന് പറഞ്ഞാൽ നൽകുക, നൽകുന്നത് ആരാ? ചന്ദ്രൻ. കുരുവിൻ അരുൾ പെറ്റാൽ, കുരു എന്ന് പറഞ്ഞ ദേവഗുരു വ്യാഴം, ചന്ദ്രൻ ഗുരുവിന്റെ അരുൾ പെറ്റാൽ വാരിപ്പിടിക്ക വശപ്പെടും താനെ. ചുരുക്കി പറഞ്ഞാല് ആത്മാവ് ഉച്ച ലെവലിലേക്ക്, ഹൈ ലെവലിലേക്ക് എത്തണമെങ്കിൽ ആത്മാവ് ഇവിടെ ഇരിക്കുമ്പോ ഇതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. ആത്മാവ് ഇങ്ങനെ പല വിഷയങ്ങളില്, പഞ്ചഭൂതാത്മകമായ വിഷയങ്ങളില് ഇന്റേണലി ആൻഡ് എക്സ്റ്റേണലി വ്യാപരിച്ചു കൊണ്ടിരിക്കും. ആ സമയത്ത്
അതിനെ വാരി പിടിക്കണമെങ്കിൽ ചന്ദ്രനെ പിടിക്കണം, ചന്ദ്രനാഡിയെ പിടിക്കണം. ഗുരു എന്ന ഗ്രഹം, ഗുരുഗ്രഹം പഞ്ചഭൂതത്തിലെ ഏതാണെന്നൊരു കണക്കുണ്ട്. അത് ഹോരാശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ശരകലയിൽ ഉള്ളത്. ശരശൂലത്തിൽ ഇത് വ്യത്യാസം ഉണ്ട്. കാരണം അത് അഗസ്ത്യർ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, സുബ്രഹ്മണ്യനിൽ നിന്ന് നേരിട്ട്. ഇപ്പൊ നമ്മൾ പഠിപ്പിക്കുമ്പോൾ ഗുരു എന്ന് പറയുന്നത് പഞ്ചഭൂതത്തിൽ വ്യത്യാസം ഉണ്ട്. ആ പഞ്ചഭൂതത്തിന്റെ ശ്ലോകം പറയുന്നതിൽ ഒരു ഒറ്റ വരി കൊണ്ട് പഞ്ചഭൂതങ്ങൾ ഏതാന്ന് പറയുന്നുണ്ട്. അത് വ്യത്യാസമുണ്ട്. ഞാൻ എടുത്ത് പറയാത്തത് എന്താണ്, നിങ്ങൾ അത് പോയിട്ട് ഹോരാശാസ്ത്രത്തിൽ ചകയും. അതുകൊണ്ടാണ് പിന്നീട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോ നമ്മുടെ ബോഡിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ചന്ദ്രകലയില് ഗുരു എപ്പോഴാ ഓടണേന്ന്, ഇപ്പൊ എനിക്ക് എന്റെ ബോഡിയിൽ ഏത് നാഡിയാണ്, ഏത് പഞ്ചഭൂതമാണ്, ഏത് ഗ്രഹമാണ്, ഏത് രാശിയാണ് ഓടണമെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ മാതിരി അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിക്കഴിഞ്ഞാല് അത് ചന്ദ്രകലയിൽ ഗുരു ഓടുന്ന സമയത്ത് വാരിപ്പിടിക്കുകയാണെങ്കിൽ അത്രയും പവർഫുള്ളില് ഈ സൂര്യൻ ഹൈലെത്തും, ആത്മാവ് ഹൈ ലെവലിലെത്തും എന്നാണ് ഇതിനർത്ഥം. അപ്പൊ ഈ ഒരു സൂക്ഷ്മ തത്വം മെഡിറ്റേഷനിൽ ഇരുന്ന് കൊണ്ട് കണ്ട സിദ്ധർക്കളാണ് അകത്തുള്ളത് പുറത്തുമുണ്ട് എന്നുള്ളതും പുറത്തുള്ളത് അകത്തുമുണ്ട്, അണ്ഡത്തിലിരുപ്പത് പിണ്ഡത്തിലുമേ എന്നുള്ള രീതിയിൽ ഇത്രയും വിശുദ്ധമായിട്ട് ശാസ്ത്രങ്ങളൊക്കെ രചിച്ചു വെച്ചത്. അവർക്ക് കാണാൻ പറ്റി തലയില് ഗ്രഹങ്ങൾ എപ്രകാരം ഓടുന്നുവെന്ന്. അതിന് തനി സ്വരൂപമായിട്ട് നമ്മുടെ പ്രപഞ്ചത്തിലും. ഓക്കെ, അപ്പൊ അത്തരത്തിൽ നോക്കുമ്പോൾ നമുക്കൊരു യോഗം അല്ലെങ്കിൽ ഇപ്പൊ കണ്ടില്ലേ, ലൈഫിൽ സക്സസ് ഉണ്ടാവണമെങ്കിൽ ചന്ദ്രനെ ഗുരു നോക്കിയാൽ, അതാണ് കുറിയനാഥൻ കുരുവിന്നരുൾ പെற்றாൽ വാരി പിടിക്ക വശപ്പെടും താനെ. എന്ത് തരത്തിലുള്ള സക്സസ് ഉണ്ടാവണമെങ്കിലും നമ്മളുടെ ലൈഫില് ചന്ദ്രനെ വ്യാഴം നോക്കുന്ന ഒരു ജാതകമാണെങ്കിൽ അവന്റെ മൈൻഡ് ആ ഒരു തരത്തിലേക്കാവും. ഇവിടെ ഒരു കാര്യം കൂടിയുണ്ട്, ചന്ദ്രന് ബലം ഉണ്ടായിരിക്കണം ജാതകത്തില്. ചന്ദ്രൻ വൃശ്ചികരാശി പോയി കഴിഞ്ഞാല് മാതൃശാപം വരെ പറയാം എന്നാണ്. നീചത്തിൽ പോയ ഗ്രഹത്തിന്റെ കാരകത്വമുള്ള വിഷയങ്ങളെല്ലാം തീഷ്ണാംശു ഹിമഗു രശ്മി ജസ്റ്റ സുഹൃതോ എന്ന് മാത്രമല്ല, താതാശാത്മ പ്രഭാവ ഉദ്യമണി മനോമാതരോ ശീതരശ്മി മാത്രമല്ല, ചന്ദ്രന് കാരകത്വമുള്ള വസ്ത്രമാവട്ടെ, ഈ കച്ചവടത്തിൽപ്പെട്ട ദ്രവ്യ സാധനങ്ങളാവട്ടെ, ഇനിയിപ്പോ ശങ്ക, പശു, എന്ത് സാധനമാവട്ടെ, സ്ത്രീജനങ്ങൾ, അമ്മ, ഇങ്ങനെയുള്ള ഏതാവട്ടെ, അവർക്ക് എല്ലാത്തിനും പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. അത് അമ്മയ്ക്കാണോ എന്നറിയണമെങ്കിൽ ഹോരാശാസ്ത്രം കുറച്ച് പഠിച്ചാലായിരിക്കും. നരരാശിയില് ചാരവശാൽ ഗ്രഹം വരുന്ന സമയത്ത് നരനും ചതുഷ്പാദ രാശിയിൽ ചാരവശാല് വരുമ്പോൾ കന്നുകാലികൾക്കും വാഹനങ്ങൾക്കും കീടരാശികൾക്ക് വന്ന സമയത്ത് രോഗങ്ങൾക്കും, നഗരരാശിയിലൊക്കെ വരുന്ന സമയത്ത് ഓഫീസുകൾക്കും ബിസിനസ്സുകൾക്കും, ഇത്തരത്തിൽ നമ്മൾ അതിനെ ചിന്തിക്കേണ്ടി ഇരിക്കുന്നു. ഓക്കെ, അപ്പോ ചന്ദ്രന് വ്യാഴത്തിന്റെ ദൃഷ്ടിയോഗാദികൾ ഉണ്ടെങ്കിൽ ഒരാൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് ഉള്ളത് പ്രധാനമാണ്. അതിന്റെ ഒരു യോഗം കൂടിയുണ്ട് അല്ലെ. കിം കുർവന്തി ഗ്രഹാ സർവേ ചന്ദ്രകേന്ദ്രോ ബൃഹസ്പതി ഗജയൂത സഹസ്രാണി നിഹന്തി കോപി കേസരി എന്ന് പറഞ്ഞിട്ട് അല്ലെ. അപ്പൊ ചന്ദ്രന്റെ കേന്ദ്രത്തിൽ നിൽക്കുന്ന വ്യാഴത്തിന്റെ കേന്ദ്രത്തിൽ നിൽക്കുന്ന ചന്ദ്രനും പവറുണ്ട്. കാരണം ഒരേ ഫ്രീക്വൻസിയിൽ വരുന്ന സംഭവങ്ങൾക്ക് അട്രാക്ഷൻ ഉണ്ടാകും, എനർജി ഉണ്ടാകും. ഇവിടെ കേന്ദ്ര രാശികൾക്ക് എന്താ കണക്ഷൻ?
എന്ന് നോക്കിയാൽ 1, 4, 7, 10 എന്ന് പറഞ്ഞാൽ ചരേതി ചരം സ്ഥിരേതി ചിരം ഉഭയേതുഭയം ചതുർത്ഥാൻ. 4 രാശികൾ വരുമ്പോൾ എന്ത് പറ്റും? ചരേത് ചരം, ചരരാശിക്ക് ചരം തന്നെ ആയിരിക്കും നാലാമത്തേത്. സ്ഥിരേതു സ്ഥിരം, സ്ഥിരരാശിക്ക് സ്ഥിരവും ഉഭയേത് ഉഭയം ആയിരിക്കും എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഒരേ ഫ്രീക്വൻസിയാണ്. ഓടിക്കൊണ്ടിരിക്കുന്നവൻ, ഒരുത്തൻ ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അടുത്തവൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാണ്ട് ഒരുത്തൻ നിൽക്കുകയും വേറൊരുത്തൻ ഓടുകയും ചെയ്ത് എന്തായിരിക്കും സ്ഥിതി? അതാണ് കേന്ദ്രത്തിന്റെ പ്രത്യേകത. ത്രികോണമോ പഞ്ചഭൂതാനി ഏകാനി ത്രികോണവത്ത്, പഞ്ചഭൂതങ്ങള് ഒരേപോലെ ഇരിക്കും ത്രികോണത്തില്. മേഷരാശിക്കുള്ള നെരുപ്പ് ത്രികോണമായ 5ാമത്തെ രാശിയായ സിംഹത്തിലും നെരുപ്പ് താൻ. നെരുപ്പിന് വ്യത്യാസമുണ്ട്. ഇവിടെ ഇരിക്കുന്നത് ശരത്തിലെ നെരുപ്പാണ്, ആളിക്കത്തുന്ന തീയാണ്. ഇവിടെ ഇരിക്കുന്ന സ്ഥിരമായ നെരുപ്പാണ്, കാട്ടുതീയല്ല, പടർന്നു പിടിക്കുന്ന കാട്ടുതീയല്ല, സ്ഥിരമായിട്ടിരിക്കുന്ന ഇനി ക്ഷേത്രത്തിലെയോ സ്ഥിരമായിട്ട് കത്തി നിൽക്കുന്ന നെരുപ്പാണ്. ഇവിടെയും നെരുപ്പുണ്ട്. അടുത്ത നെരുപ്പിരിക്കുന്നത് 9ാമത്തെ രാശിയായ ത്രികോണത്തിലിരിക്കുന്ന അടുത്ത നെരുപ്പ് ഉഭയത്തിലെ നെരുപ്പാണ്. ചേഞ്ചിങ് സ്റ്റേജ്, സ്ഥിരത്തിൽ നിന്ന് ഉഭയത്തിലേക്ക് ചേഞ്ച് ചെയ്യും. സ്ഥിരമായിട്ടിരിക്കുന്ന ഒരു അഗ്നി പടരാൻ തുടങ്ങുമ്പോൾ, സ്ഥിരമായിട്ടിരിക്കുന്ന ഒരു അഗ്നി പടരാൻ തുടങ്ങുമ്പോൾ എന്നുള്ള അർത്ഥം. അത് ഇവിടെ നിന്ന് ഇവിടേക്കാണ് പടരാൻ തുടങ്ങണേന്ന് മാത്രമുള്ളൂ. അപ്പൊ ഈ തരത്തിൽ നമ്മൾ ചിന്തിക്കണം. അപ്പോ പറഞ്ഞു വന്നത്, ഒരു രാശിക്ക് അതിന്റെ ത്രികോണങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് ഏകാൻ പഞ്ചഭൂതാനി ഏകാനിയാണെന്ന് മനസ്സിലാക്കണം. കേന്ദ്രമാണെങ്കിൽ അതിന്റെ വൈബ്രേഷൻ ചരേ ചരാണി സ്ഥിരേ സ്ഥിരാണി എന്ന് മനസ്സിലാക്കണം. ഉഭയേത് ഉഭയാണിയാണെന്ന് മനസ്സിലാക്കി വേണം നമ്മൾ ആ ആക്ഷനെ വിലയിരുത്താൻ. ഇത് ഈ ശരിക്കും പറഞ്ഞ ഈ വിഷയം ഇപ്പൊ ഞാൻ പറഞ്ഞത്, ആര്യന്നല്ലൻ കുതിരയിരണ്ടുള്ള വിസിപ്പിടിക്ക വിറകറിവാറിൽ കൂറിയ നാഥൻ ഗുരുവിൻ അരുൾ പെற்றாൽ വാരിപ്പിടിക വസപ്പെടും താനെന്ന് തിരുമൂലര് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ബോഡിയിലെ പ്രാണനിൽ ഓടുന്ന ചന്ദ്രകലയിലെ സൂക്ഷ്മമായ ജീവനാണ് വ്യാഴം. വ്യാഴത്തെ കൃത്യമായി വേണ്ട വിധത്തിൽ പിടിച്ചേറ്റേണ്ടോണം ഏറ്റിക്കഴിഞ്ഞാൽ ഈ ജീവൻ ആത്മാവിൽ ടച്ച് ചെയ്ത് ആത്മാവ് ഉച്ചസ്ഥാനമായിട്ടുള്ള മേഷരാശിയാകുന്ന ഉച്ചസ്ഥാനത്ത് എത്തും എന്നുള്ളതിന്റെ ഒരു ഇതാണ്. പക്ഷെ അത് എത്തണമെങ്കിൽ നമ്മുടെ ഭൗതിക വേൾഡിലും ആണെങ്കിലും ചന്ദ്രനാകുന്ന മനസ്സിനെ, നമ്മളുടെ മനസ്സാകുന്ന ചന്ദ്രൻ എന്ന് ഗുരുവിനെ കണ്ട് ഗുരുവിൽ സമർപ്പിച്ച് മനസ്സിലാക്കി, ഗുരുവിനെ അറിഞ്ഞ് ഗുരുവിന്റെ അനുഗ്രഹം കൈക്കൊണ്ട് ഗുരുവിനെ ഉൾവാങ്ങി, ഇതെല്ലാം ഗുരുവിനെ ടച്ച് ചെയ്യുന്ന സമയം കേന്ദ്രവും ഗുരുവിനെ ഉൾവാങ്ങുമ്പോൾ ത്രികോണവും അവിടെ സംഭവിക്കും. ഗുരുവിനെ അടുത്തിരിക്കുമ്പോൾ ചന്ദ്രനും ഗുരുവും ഒരുമിച്ചിരിക്കും. ഗുരുവിനെ പാക്കുമ്പോൾ ഗുരു പാക്കും. ഗുരു പാർത്താൽ കോടി നന്മ. ഗുരു പാർക്കുന്നത് 1, 5, 7 ഇങ്ങനെ നിന്ന് പാർക്കും. കാരണം എന്താ? ത്രിദശ ത്രികോണ ചതുരസ്ര സപ്തമ അവലോകയന്തി ചരണാഭിവൃദ്ധിതഃ അല്ലെ? രവിജാമരാഢ്യ രുതിരാ പരേക്ഷയ വീക്ഷണം ഇതായിട്ട് വരുമ്പോഴും വ്യാഴത്തിന്റെ ദൃഷ്ടി 1, 5, 9 ആയിട്ടുള്ള സ്ഥാനത്തേക്ക് വരും. ഈ വ്യാഴത്തിന്റെ ദൃഷ്ടിക്ക് ഭൃഗു നന്ദി നാഡിയിൽ വളരെ പ്രാധാന്യമുണ്ട് ഈ ദൃഷ്ടിക്ക്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നു, ചന്ദ്രൻ വ്യാഴത്തിന്റെ ഒരുമിച്ച് നിൽക്കുമ്പോഴും, ഒരുമിച്ച് നിൽക്കാന്ന് പറഞ്ഞാൽ ജീവൻ ചന്ദ്രനിൽ അരിഞ്ഞു, ചന്ദ്രകലയിൽ അരിഞ്ഞു. അതേപോലെ ജീവൻ ചന്ദ്രകലയെ നോക്കി, അറ്റ്ലീസ്റ്റ് ജീവൻ എന്ന് ഉദ്ദേശിക്കുന്ന നമ്മുടെ ജീവനെ ഉദ്ദേശിക്കണം അവിടെ. അതേപോലെ കേന്ദ്രത്തിൽ നിൽക്കുകയാണ് ജീവൻ, അല്ലെങ്കിൽ ത്രികോണത്തിൽ നിൽക്കുകയാണ്. ഇതിനൊക്കെ ഓരോരോ റിസൾട്ടാണ്. ഈ കാര്യം എക്സ്റ്റേണൽ വേൾഡിൽ ഞാൻ എന്ന് പറയുന്ന വ്യക്തി, എൻ്റെ മനസ്സാകുന്ന ചന്ദ്രൻ,
എൻ്റെ ആത്മാവാകുന്ന സൂര്യൻ. ആത്മാവാകുന്ന സൂര്യന് പവർ ഉണ്ടാകണമെങ്കിൽ എൻ്റെ മനസ്സിലൂടെയാണ് വ്യാപാരങ്ങൾ നടക്കുന്നു എന്നുള്ളത് കൊണ്ട് എൻ്റെ മനസ്സിനെ എന്ന് ഗുരു ടച്ച് ചെയ്യുന്നുവോ, എൻ്റെ മനസ്സിലേക്ക് ആശയങ്ങൾ തരുന്നുവോ, കാരണം പഞ്ചഭൂതങ്ങളെയും നിയന്ത്രിക്കുന്ന പഞ്ചീകൃത ചക്രമാണ് അത്. ആ മനസ്സിനെ, മനഃചക്രം അല്ലെ, ആ മനസ്സിനെ എന്ന് ഗുരു തീണ്ടുന്നുവോ താണ്ടുന്നുവോ, അപ്പൊ ആ ഗുരു അരുൾ എന്ന് കിട്ടുന്നു, ആ സമയത്ത് പ്രത്യക്ഷത്തിലുള്ള വേൾഡിലും നമ്മളുടെ വേൾഡിലും നമുക്ക് ഗുണമുണ്ടാകും. ഗുരുവില്ലാത്ത വിദ്യ കുരുട്ട് വിദ്യ എന്ന് പറയാറില്ലേ? ഞാൻ എൻ്റെ പേരിൻ്റെ കൂടെ വിനയൻ ഗുരുക്കൾ എന്ന് വെച്ചിട്ടുണ്ട്. ഇപ്പോഴൊന്നല്ല, പണ്ടേ മുതലേ 2008 ഞാൻ കളരിയുടെ ബോർഡ് വെക്കുമ്പോഴേ വിനയൻ ഗുരുക്കൾ എന്നാണ് വെച്ചിരുന്നത്. കളരിയുടെ ബോർഡും ജ്യോതിഷത്തിന്റെ ബോർഡിലും 2008 എൻ്റെ ഓഫീസിന്റെ അവിടെ വിനയൻ ഗുരുക്കൾ എന്ന് വെച്ചു. കാര്യം ഞാൻ കളരി ഗുരുക്കളായിരുന്നു. ഈ കളരി ഗുരു എന്ന് പറയുന്നത്, ഗുരുക്കൾ എന്ന് പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ, കളരിക്കാര് പഞ്ചശാസ്ത്രങ്ങളും അഗസ്ത്യരുടെ പഞ്ചശാസ്ത്രങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും. കാരണം സുബ്രഹ്മണ്യനാണ് കളരിയുടെ, തെക്കൻ കളരിയുടെ പ്രണേതാവ്. ശിവനിൽ നിന്ന് വന്നു പാർവതി, സുബ്രഹ്മണ്യൻ, അഗസ്ത്യര്, ഭോഗര്, ഇങ്ങനെ ഋഷികളിലൂടെ വന്നു, നാടാറുകളിലൂടെയൊക്കെ വന്ന് നമ്മളുടെ അടുത്ത് എത്തിയാണ്. അപ്പൊ ഇതിലെന്ത് പറ്റും? ഇതിൽ ഈ കലകളൊക്കെ ഉണ്ട്. സുബ്രഹ്മണ്യനിൽ നിന്ന് വന്നിട്ടുള്ള ജ്യോതിഷം, സുബ്രഹ്മണ്യനിൽ നിന്ന് വന്നിട്ടുള്ള ശരകല, സുബ്രഹ്മണ്യനിൽ നിന്ന് വന്നിട്ടുള്ള പഞ്ചപക്ഷി ശാസ്ത്രം, സുബ്രഹ്മണ്യനിൽ നിന്ന് വന്നിട്ടുള്ള സിദ്ധ വൈദ്യം, സുബ്രഹ്മണ്യനിൽ നിന്ന് വന്നിട്ടുള്ള മർമ്മശാസ്ത്രം, പിന്നെ ഈ കളരി, ഇതെല്ലാം കൂടി വന്നിട്ടുള്ളതുകൊണ്ട് ഇതെല്ലാം പഠിച്ചവനായിരിക്കണം കളരി ഗുരുക്കൾ. അതുകൊണ്ട് തന്നെ കലയേറും പാതയും കലയിറങ്ങും പാതയും തെരിയ വേണ്ടാമ. അപ്പൊ ഈ ആശാൻ என்றதுக்கு കല എറിന്തവൻ താനേ. കല ശരീരത്തിലൂടെ ഓരോ മർമ്മത്തിലൂടെയും പ്രഥമ ദ്വിതീയ തൃതീയാദികളിൽ കലയേറി വരുമ്പോൾ ശരീരത്തിൽ നാഡിയിൽ എവിടെ ചന്ദ്രൻ നിൽക്കുന്നുവെന്ന് അറിയണം. അപ്പോഴാണ് മർമ്മം പ്രയോഗിക്കാൻ പറ്റുള്ളൂ. അതറിയുന്നേരം മർമാണികൾക്ക്, ജ്യോതിഷികൾക്ക് അറിയുമായിരിക്കാം, പക്ഷെ മർമാണികൾക്ക് ഇത് അറിയണം. അപ്പോ ഈ കലയേറുന്ന പാത അതേതാ? ജ്യോതിഷമാണ്. ചന്ദ്രന്റെ കല ഏറുന്നത് അറിയണമെങ്കിൽ ജ്യോതിഷം അറിഞ്ഞാലേ മർമാണിക്ക് അറിയാൻ പറ്റത്തുള്ളൂ. പ്രഥമയില് പോയി അവൻ നോക്കും, അതില് പ്രഥമയിൽ ഇന്ന മർമ്മം മുതൽ ഇന്ന മർമ്മം വരെ, നഹക്കണ്ണ് മർമ്മമാണെങ്കിൽ നഹക്കണ്ണ് മർമ്മം, അങ്ങനെ നോക്കി വളർപ്പിറയില്, അതായത് ശുക്ലപക്ഷത്തിൽ ഇന്ന സ്ഥാനങ്ങളിലായിരിക്കും നിന്റെ ചന്ദ്രകല ഇരിക്കുന്നത്, ചന്ദ്രന്റെ ഊർജമാകുന്ന ചന്ദ്രന്റെ എനർജി ഇരിക്കുന്നത് അവിടെയായിരിക്കും. അപ്പൊ ജീവൻ എവിടെയിരിക്കും എന്നുള്ള വേറൊരു കണക്കുണ്ട്, ശരീരത്തിലെ ജീവൻ എവിടെ ഇരിക്കുന്നു. അതുകൊണ്ടാണ് ഈ കല ഏറുന്ന സമയത്ത്, അമൃത കല ഏറുന്ന സമയത്ത് കൊണ്ടുവന്ന് അവിടെ വല്ല ഓപ്പറേഷൻ മറ്റുള്ള സാധനങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പണി കിട്ടും എന്നൊക്കെ മർമാണികൾ പറയുന്ന ഈ കാര്യം ജ്യോതിഷികളും എടുക്കേണ്ടതാണ്. ഓപ്പറേഷൻ ചെയ്യാൻ നേരത്ത് മുഹൂർത്തം കുറിക്കണ സമയത്ത് നമ്മൾ ഫസ്റ്റ് നോക്കണത് ഇപ്പൊ കല എവിടെ ഇരിക്കുന്നു എന്നാണ്. ആ ജ്യോതിഷരെ മുഹൂർത്തം ഒരു ഓപ്പറേഷൻ ഉണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും നല്ല ദിവസം നോക്കി, ഇന്ന് അന്നനാളാണോ അല്ലെ, അതല്ല തിഥികളൊക്കെ കറക്റ്റ് ആണോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി ബാലാന്ന വർജിത ആരാസു എന്നൊക്കെ പറയുന്ന പ്രമാണങ്ങളൊക്കെ നോക്കിയെടുത്താൽ മതിയോ? പണിയുണ്ടാവും. കാര്യം ഇത് വ്യക്തമായിട്ട് പറയുന്നതാണ്, കലയേറുന്ന പാതയിൽ നിൽക്കുന്ന മർമ്മത്തിനിടം കീറിയാൽ പ്രാണൻ പോയിക്കൊണ്ടേയിരിക്കും. അവസാനം പ്രാണൻ തീർന്നാൽ മരണദോഷം വന്നേക്കാം. ഒരിക്കൽ കീറിയാൽ പ്രാണൻ പോയില്ലെങ്കിലും ആ അവയവത്തിന് ക്ഷതങ്ങൾ വന്നു പെട്ടേക്കാം. അതുകൊണ്ട് ഈ കലയേറുന്ന പാതയിലും കലയിറങ്ങുന്ന പാതയിലും അതിന്റെ 7ാം സ്ഥാനമായിട്ടുള്ള ഇടത്തും. അപ്പൊ നമ്മൾ ഒരു രാശിയുടെ ഉച്ചരാശിയായിട്ടുള്ള സൂര്യന്റെ നീചരാശിയാണ്, സൂര്യന്റെ നീചരാശിന്റെ 7ാം ഭാവമാണ് അല്ലെ, എതിരി സ്ഥാനം. അപ്പൊ അമൃതം ഏറുന്നതിന്റെ 7ാം ഇടത്തിലായിരിക്കും വിഷം ശരീരത്തിലെ. അപ്പൊ അമൃതകല ഓടുന്ന സ്ഥാനത്തിന്റെ 7ാം ഭാവത്തിലായിരിക്കും വിഷകല. അപ്പൊ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ വിഷം കെട്ടി നിൽക്കുന്ന നെഗറ്റീവ് എനർജി പുറത്തേക്ക് ഇങ്ങനെ തള്ളിക്കളയാനായിട്ട് ബോഡിയിൽ
മർമ്മം ഇങ്ങനെ തുടിച്ചുകൊണ്ടിരിക്കുന്ന ഇടം, ആ മർമ്മസ്ഥാനമാണ് വിഷകല. അവിടെ എങ്ങാൻ കുത്തിയെങ്ങാൻ കീറിക്കഴിഞ്ഞാൽ വിഷം ശരീരത്തിൽ പരന്ന് പ്രശ്നമുണ്ടാകുമെന്നാണ് സിദ്ധന്മാരുടെ വയ്പ്. അവിടെ ഇപ്പോഴത്തെ അഡ്വാൻസ് ലെവൽ ഓഫ് ടെക്നോളജിയിൽ വരുന്ന സർജറിക്ക് ചില പ്രത്യേക കാര്യങ്ങൾ എടുത്ത് പറയാനുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ പറയുന്നില്ല, കാര്യം അതൊക്കെ വേറെ കാര്യങ്ങളെ കൊണ്ടതില് ഇരിക്കട്ടെ. എന്തായാലും വിഷം, നീചരാശിയാണ് വിഷം ഓടുന്നതെന്ന് ഞാൻ എടുത്തു പറഞ്ഞതാണ്. അപ്പൊ ചന്ദ്രൻ കർക്കിടകം രാശിയിൽ സ്വക്ഷേത്രത്തിൽ നിൽക്കുന്നു എങ്കിൽ മകരരാശിയില് വിഷമായിരിക്കും. നമ്മുടെ ശരീരത്തില് 12 രാശികളിലൂടെ ചന്ദ്രൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അത് രാശികൾ നിങ്ങൾക്കറിയാം, പക്ഷെ കലയർന്നു അതല്ല. കാലാംഗാനി വരാംഗമാനനമുരോ ഹൃത്ക്രോഡവാസോ മൃദോ വസ്തിർ വ്യഞ്ജനമൂരുജാനുയുകളെ ജംഗേതേ അങ്കൃത്വയേ മേഷാശി പ്രഥമ നവർഷചരണശ്ചക്രസ്ഥിത രാശയോ. മൊത്തം പാടല്ല. അപ്പൊ കാലാങ്കാനി വരാംഗമാനോരഹൃത്കോടവാസോഭൃതോ വസ്തുർവഞ്ചനം മുരുജാനുയുകളെ ജംഗേതേ അങ്കൃത്വയേ മേഷാശി പ്രഥമ നവർഷചരണ ചക്രസ്ഥിത രാശയോ രാശി ക്ഷേത്ര ഗൃഹഷപാനി ഭവനഞ്ച ഏകാർത്ഥ സംപ്രഥയേ. അപ്പൊ അത്രയേ ഉള്ളൂ. അപ്പൊ ഏതൊരു ഗ്രഹത്തിന്റെ 7ാം ഭാവം എന്ന് പറയുന്നത് ഏതൊരു രാശിയുടെയും സ്വക്ഷേത്രത്തിന്റെ ഉച്ചരാശിയുടെ, ഇത് സ്വക്ഷേത്രത്തിന്റെ 7 പ്രശ്നമാണെന്ന് പറയുന്നുള്ളൂ, ചന്ദ്രൻ ഉച്ചമാകുന്ന, ഇത് 7 പറഞ്ഞ എതിരിസ്ഥാനം ഉണ്ട്. ഞാൻ ഒരു വീഡിയോയിൽ ഇതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ചന്ദ്രൻ